ഹായ് മക്കളെ, ബാബു സാറാണേ. അപ്പോൾ നമുക്ക് ഓണപരീക്ഷയ്ക്ക് വന്നു തുടങ്ങി. ഹിന്ദിയിൽ നമുക്ക് 8th സ്റ്റാൻഡേർഡിൽ പഠിക്കാനുള്ളത് 2 യൂണിറ്റാണ് മക്കളെ. 2 യൂണിറ്റിൽ ഒന്നാമത്തെ യൂണിറ്റ് ഇക്കായിയേക്ക് 10 ഇലകൾ എന്നാണ്. ഇക്കായിതോ രണ്ടാമത്തെ യൂണിറ്റ് പൽത്തേ റിഷ്തേ വളരുന്ന ബന്ധങ്ങൾ എന്നാണ്. ഈ യൂണിറ്റുമായി ആസ്പദമാക്കി നമുക്ക് ഇങ്ങനെ ചോദ്യം തരാം. അതായത് ഒരു പാഠത്തിൻ്റെ ഹെഡിങ് തന്നിട്ട് കിസ് വിധാക്കി രചനാഹെ ഏത് വിഭാഗത്തിലെ രചനയാണെന്ന്, അതുപോലെ തന്നെ പാഠത്തിൻ്റെ ഹെഡിങ് തന്നതിന് ശേഷം കിസ്കി രചനാഹെ ആരുടെ രചനയാണെന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ പഠിക്കാനുള്ള 4 പാഠങ്ങൾ നമുക്ക് നോക്കിയാലോ. പേട് കിസ് വിധാക്കി രചനാഹെ എന്ന് ചോദിച്ചാൽ കവിതയാണ്. അതുപോലെ തന്നെ പേട് കിസ്കി രചനാഹെ എന്ന് ചോദിച്ചാൽ സുശീൽ ശുക്ൽ എന്നാണ്. അടുത്തത് ജൂലിയ ഓർ ലൂന കിസ് വിധാക്കി രചനാഹെ എന്ന് ചോദിച്ചാൽ കഹാനിയാണ്. ജൂലിയ ഓർ ലൂന കിസ്കി രചനാഹെ എന്ന് വെച്ചാൽ നേഹാ സിംഹം എന്നാണ് ഉത്തരം എഴുതേണ്ടത്. അടുത്ത നമ്മൾ ഹാച്ചി കി കഹാനി കിസ് വിധാക്കി രചനാഹെ എന്ന് വെച്ചാൽ കഹാനി എന്നാണ് നമ്മൾ എഴുതുന്നത്. അടുത്തത് ഹാച്ചി കി കഹാനി കിസ്കി രചനാഹെ എന്ന് വെച്ചാൽ ഗീത് ചതുർവേദി എന്നാണ് ഇതിനുള്ള ഉത്തരം. അടുത്തത് ബാബ ഓർ ചടി എന്നത് കിസ് വിധാക്കി രചനാഹെ എന്ന് വെച്ചാൽ നമ്മൾ കവിത എന്ന് എഴുതും. ബാബ ഓർ ചടി കിസ്കി രചനാഹെ എന്ന് വെച്ചാൽ ഗുൽജാർ എന്ന് എഴുതും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇതുപോലുള്ള കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ യോദ്ധാ ബാച്ചിൽ ജോയിൻ ചെയ്യുക. നമുക്ക് ഗംഭീരമായി പഠിക്കാം, ഫുൾ മാർക്കുകൾ അടിച്ചെടുക്കാം. ഓക്കെ.